ഹായ്, ഡോക്ടർ ശ്രീലക്ഷ്മി അമൃതലക്ഷ്മി ആയുർവേദിക് ഹെൽത്ത് കെയർ പേട്ട തിരുവനന്തപുരം. ഇന്ന് നമ്മൾക്ക് ഹൈപ്പർ ലിപ്പിഡീമിയ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്. ഹൈപ്പർ ലിപ്പിഡീമിയ ഇൻ ദ സെൻസ് നമുക്കൊരു മീൻ നമ്മളെ ബ്ലഡിൽ ഫാറ്റിൻ്റെ അളവ് കൂടുക, കൊഴുപ്പിൻ്റെ അളവ് കൂടുക പറയും. അതാണ് ഹൈപ്പർ ലിപ്പിഡീമിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ്, അതിൽ നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ കൊളസ്ട്രോൾ കൂടുക അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് കൂടുക. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ പക്ക എന്താണ് നമ്മുടെ കൊഴുപ്പ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ ഫാറ്റാണ്. ഫാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണ പോലുള്ള സംഭവങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നതിൽ നിന്നാണ് നമുക്കത് കൂടുതലും വരിക. മറ്റേത് വന്നിട്ട് നമ്മളിപ്പം റെഡ് മീറ്റും ഒക്കെ കൂടുതൽ കഴിക്കുന്നതിൽ നിന്നാണ് വരിക. അതുകൊണ്ട് എന്ത് സംഭവിക്കും, അതെന്തൊക്കെ കൊണ്ട് വരാം, അതുപോലെ തന്നെ എന്താണ് അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ നമ്മുടെ സ്റ്റേജ് എന്തായിരിക്കും, പിന്നെ ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഹൈപ്പർ ലിപ്പിഡിയ മീൻസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ഈ പറഞ്ഞതുപോലെ ഫാറ്റിൻ്റെ, അതായത് ട്രൈഗ്ലിസറൈഡിൻ്റെയോ കൊളസ്ട്രോളിൻ്റെയോ അളവ് കൂടുന്ന കണ്ടീഷനെയാണ് ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ കഴിക്കാം, ബേസിക്കലി ഫാസ്റ്റ് ഫുഡ് ഒന്ന്. രണ്ടാമത് നമ്മൾ റെഡ് മീറ്റ്, അതിപ്പോൾ പോത്തായാലും ശരി, ഇനി എന്താണ് കോഴിയായിരുന്നാലും, കോഴിയിലും നാടൻ കോഴിയിൽ കൊഴുപ്പ് കൂടുതലായിരിക്കും. ബട്ട് സേഫ് നാടൻ കോഴിയാണ് നമ്മളെപ്പോഴും പറയും. എന്നിരുന്നാലും കൊഴുപ്പ് കൂടുതൽ അതിലുണ്ടാവും. പക്ഷെ അതേസമയം മുട്ട കഴിച്ചെന്ന് വെച്ചിട്ട് നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുകയില്ല. എപ്പോഴും എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് എന്തുകൊണ്ടും സേഫാണ്. ഈവൻ കൊളസ്ട്രോൾ ഉള്ള ഒരാളാണെങ്കിൽ പോലും നമുക്കത് സേഫാണ്, പ്രശ്നമില്ല. പക്ഷേ കോഴി മീൻസ് കോഴിയുടെ ഇറച്ചിയായിരുന്നാലും അത് ഫ്രൈ ചെയ്തായാലും ശരി, കറി വെച്ചിട്ടായിരുന്നാലും ശരി, നമുക്ക് കൊഴുപ്പ് കൂടാൻ സാധ്യതയുണ്ട്. ഫ്രൈഡ് ആണെങ്കിൽ അത് കുറച്ച് കൂടുതൽ കൊഴുപ്പ് കൂടാനാണ് സാധ്യത. മേ ബി അതുകൊണ്ടായിരിക്കും ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ചുട്ട് കഴിക്കുന്ന ഒരു പരിപാടിയിലേക്ക് എത്തിയത്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഒരു പരിധി വരെ ആ ഒരു കൊഴുപ്പിൻ്റെ അളവ് ചുട്ട് കഴിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും, ഇല്ലെന്നല്ല ആണ്. എന്നിരുന്നാലും അതിലും നമുക്ക് ഈ ബുദ്ധിമുട്ട് വരും. പിന്നെ നമുക്ക് നമ്മൾ നോർമൽ ഫുഡ്, അതായത് എന്താണ് ഓയിൽ കൂടുതൽ യൂസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുക, നെയ്യ് കൂടുതൽ യൂസ് ചെയ്യുക, ചീസ് കൂടുതൽ യൂസ് ചെയ്യുക, അങ്ങനെ അങ്ങനെ ഓരോ സംഭവങ്ങളും നമുക്ക് ശരീരത്തിൽ ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ കൂടുതൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഡെയിലി ആ രീതിയിലുള്ള നമ്മുടെ ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എന്തായാലും കൂടാൻ സാധ്യതയുണ്ട്. ഇനി മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ആക്റ്റീവ് അല്ലാതിരിക്കുക. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായിരുന്നാലും രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു, കിടന്നുറങ്ങുന്നു, മോർണിംഗ് വീണ്ടും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, ജോലിക്ക് പോകുന്നു. ഇതേ സെയിം റൊട്ടീൻ തന്നെയാണ് എല്ലാവരുടെയും ലൈഫിൽ. ഇനി കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലോ, മുന്നേയൊക്കെ ആണെങ്കിൽ പുറത്തുള്ള കുട്ടികളോട് കൂടെയൊക്കെ കളിക്കാൻ പോവും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എല്ലാവരും കുട്ടികളുടെ കൂടെ കളിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോൾ അവർക്കും അങ്ങനെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. എല്ലാവരും ഫുൾ ടൈം ഫോണും നോക്കി അല്ലെങ്കിൽ ടി വിയും കണ്ട് അങ്ങനെ ഒരു ഫുൾ ജനറേഷൻ ആ ഒരു രീതിയിലേക്ക് പോവാണ്. സോ ഫിസിക്കലി എല്ലാവരും, മോസ്റ്റ് ഓഫ് ദ കേസ് എല്ലാവരും ഫിസിക്കലി ഇനാക്റ്റീവാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല, എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരിക്കും. അവർക്ക് പ്രത്യേക എക്സസൈസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് നടക്കാൻ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസുകൾ ചെയ്യണം, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പണ്ട് റെഗുലറായിട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നില്ല. കാരണം പണ്ടത്തെ ആൾക്കാർ അധികവും നടന്നു പോയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നതില്ല. പക്ഷേ ഇന്ന് മോർണിംഗ് വാക്കിംഗ്, ജോഗിങ്, അങ്ങനെ അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ഫിസിക്കലി ആക്റ്റീവ് ആവാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ അത് ചെയ്തിട്ട് പോലും കൊളസ്ട്രോൾ കുറയുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ശരിയാകുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇനി വീട്ടിൽ നിന്ന് മാത്രം ഫുഡ് കഴിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കെയർ ചെയ്തിട്ടും എനിക്ക് കൊളസ്ട്രോൾ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നു എന്നറിയില്ല എന്ന് പറയുന്ന കേസുകളും ഉണ്ട്. അതിനെല്ലാം വെവ്വേറെ കാരണങ്ങൾ നമുക്കുണ്ട്. അതിപ്പോൾ ഹെറിഡിറ്ററി ആണോ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതുമാവാം, ഇല്ലെന്നല്ല. എന്നിരുന്നാലും നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ കുറേ ആക്ടിവിറ്റീസ് വഴി, അത് ഫുഡായിരുന്നാലും ആക്ടിവിറ്റീസ് ആയിരുന്നാലും മറ്റേത് കാര്യങ്ങൾ വഴിയായിരുന്നാലും നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഫുഡിൻ്റെ കാര്യം. വൺസ് ഇൻ എ വൈൽ, ഇപ്പോൾ മന്ത്ലി 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാനൊരു കൊതിയുണ്ട്, നമ്മൾ കഴിക്കുക, കുഴപ്പമില്ല. നമുക്കതൊരു മെൻ്റൽ റിലാക്സേഷനാണ്. എല്ലാവരും കൂടെ ആയിട്ട് പുറത്ത് പോയി നിന്ന് കഴിക്കുന്നതും അല്ലെങ്കിൽ ഒത്തുകൂടുന്നതും അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഡെയിലി ആകാതെ നോക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് വീട്ടിൽ തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ ഒരു നോർമലി വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയായിരുന്നാലും അതിൽ ഒരുപാട് എണ്ണയൊക്കെ ചേർത്തിട്ടുള്ള സംഭവം മാറ്റിയിട്ട് എണ്ണ ചേർക്കാണ്ട് തന്നെ നമുക്ക് ഏത് കറിയും വയ്ക്കാവുന്ന സാഹചര്യം ഇന്നുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റും. കാരണം ഈ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന ആൾക്കാർ അങ്ങനെയുള്ള
രീതിയിൽ ആഹാരങ്ങൾ എടുക്കുന്നുണ്ട്. അവർ രുചിയോടെ അല്ലേ കഴിക്കുന്നത്? ഓഫ് കോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും ജീവിക്കാൻ പറ്റും എന്ന് ഇന്നത്തെ കാലത്ത് ആൾക്കാർ തെളിയിച്ച് കാണിക്കുന്നുണ്ട്. കാര്യം എന്തുകൊണ്ടാണ്? അവരങ്ങനെ ചെയ്യാൻ വെക്കുകയാണ്. അവരുടെ ആരോഗ്യം അത്രയും മോശമാവുന്നതുകൊണ്ട്. അപ്പോൾ നമുക്കൊന്നും കഴിക്കാൻ പറ്റാതെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയ്യോ എനിക്ക് കഴിക്കാൻ പറ്റണില്ലല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. കഴിക്കാൻ പറ്റുന്ന സമയത്ത് ആ ഒരു കൺട്രോൾ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളോളം കാലം കഴിക്കാൻ ഭാഗ്യം കിട്ടിയേക്കാം. അതുകൊണ്ട് അല്ല അയ്യോ എനിക്ക് ഉള്ള കാലം ഞാൻ എന്തായാലും കഴിച്ച് തീർക്കട്ടെ, അതിന് ശേഷം കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, അല്ലെങ്കിൽ വീണ് പോയാലും വേണ്ടിയില്ല, ഉള്ള കാലം ഞാൻ അടിപൊളിയായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നീട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിലപ്പുറം നമുക്ക് മോശമായിട്ടൊരവസ്ഥ ഇല്ല. അപ്പോൾ ഈ കണ്ടീഷനിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സ്ട്രീമിൽ ഈ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നു എന്നുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവാം? ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്നത് മുന്നേ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബ്രെയിൻ അറ്റാക്കും ഹാർട്ട് അറ്റാക്കും. അതായത് ബ്രെയിൻ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് ഹാർട്ട് അറ്റാക്കും. ഇന്ന് അതായത് ഒരു ലാസ്റ്റ് ഒരു 5 to 10 ഇയേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോ വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആയി വരുന്നതനുസരിച്ച് ഈവൻ 21 വയസ്സുള്ള കുട്ടികൾക്ക് പോലും, 21 വയസ്സെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രായപൂർത്തിയായി നമുക്ക് പറയാനായിട്ടുള്ളൂ, അപ്പോൾ പോലും ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറയും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടത്? അപ്പോൾ ഓരോ കാര്യങ്ങളും എന്തുകൊണ്ടും ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇനിയുള്ള തലമുറയ്ക്ക് പ്രശ്നം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്, ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്. LDL HDL എന്ന് പറയും. LDL മീൻസ് ബാഡ് കൊളസ്ട്രോൾ ആണ്. സോ അതാണ് കൂടാതിരിക്കാൻ നോക്കേണ്ടത്. നമ്മൾ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 3 months once ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 months once ആദ്യം നോക്കുക, അല്ലെങ്കിൽ ഇയർലി ആദ്യം നോക്കുക. എപ്പോഴെങ്കിലും ഒരു വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ 6 months once നോക്കുക. അത് കഴിഞ്ഞ് പിന്നെയും അതിൽ വ്യത്യാസം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ 3 months കൂടുമ്പോൾ നോക്കുക. വളരെ കൂടുതലാണ്, അതായത് 200 ആണ് ബ്ലഡിൽ നമ്മളെ കൊളസ്ട്രോളിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ആ 200 എന്നുള്ളതിന് എബോവ് പോയിട്ടുണ്ടെങ്കിൽ മന്ത്ലി നോക്കി അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കുറയുന്നുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്ത് അത് കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, 3 months once നോക്കുക. ആ ഒരു രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകണം. പിന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള കാര്യം, എപ്പോഴും എല്ലാവരും ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമേ നോക്കാറുള്ളൂ. ഇപ്പോൾ ഏകദേശം കോമൺ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം കൊളസ്ട്രോൾ നോക്കണം എന്നേ ചെന്ന് പറയുള്ളൂ. അങ്ങനെയല്ല, ലിപ്പിഡ് പ്രൊഫൈൽ നോക്കണം എന്ന് തന്നെ പോയി പറയണം. അതിൽ നമുക്ക് നല്ല കൊളസ്ട്രോൾ ആണോ കൂടി നിൽക്കുന്നത്, ചീത്ത കൊളസ്ട്രോൾ ആണോ അതറിയാൻ കഴിയും. അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്, അതായത് ഫാറ്റിൻ്റെ സംഭവങ്ങളെല്ലാം ഇതിൽ കൂടി നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടിയിട്ടുണ്ടെങ്കിലും അത് ഹാർട്ട് അറ്റാക്കിനൊരു വലിയൊരു കാരണമാണ്. അപ്പം അതും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ 2 കാര്യങ്ങളും നമ്മൾ നോക്കി തന്നെ മുന്നോട്ട് പോകണം. അതിന് ലിപ്പിഡ് പ്രൊഫൈലായിട്ട് തന്നെ നോക്കണം. കൂടി നിൽക്കുന്ന സംഭവം കുറഞ്ഞോ എന്നറിയാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഓക്കെ ഫൈൻ, നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കിയാൽ മതി. പക്ഷേ 3 months കൂടുമ്പോൾ നമ്മൾ നോക്കുന്നത് ടോട്ടലായിട്ട് തന്നെ നോക്കി പോവുക. അപ്പോൾ ഇതാണ് എന്തുകൊണ്ട് വന്നു എന്നുള്ളതും വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതും, അതുപോലെ തന്നെ അടുത്ത് നമുക്ക് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്തായിരിക്കും എന്നുള്ളത്. മുന്നത്തെ പോലെ 60 വയസ്സ് കഴിഞ്ഞാലേ ഞാൻ രോഗിയാവുള്ളൂ എന്നൊന്നും ഇല്ല. ഇപ്പോൾ 6 വയസ്സുള്ള കുട്ടികൾ പോലും രോഗിയായിട്ടാണ് വരുന്നത്. റീസെൻ്റ്ലി എനിക്ക് വന്നൊരു കേസ്, 10 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക്, ഒരു ചെറിയ പയ്യനാണ്. പക്ഷെ ആ പയ്യനും 230 ഉണ്ട് കൊളസ്ട്രോൾ. എന്ത് ചെയ്യണമെന്ന് വീട്ടുകാർ ചോദിക്കുന്നു. അവർക്കും എന്ത് ചെയ്യണം എന്നറിയില്ല. 10 വയസ്സുള്ള കുട്ടിക്ക് നമുക്ക് ഹാഫ് ഡോസേജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുപോലും ഉള്ളൂ മെഡിസിൻസിൻ്റെ കാര്യത്തിൽ. സോ നമ്മൾ ഇനിയെങ്കിലും കുറച്ചധികം ഇതിൽ കോൺഷ്യസ് ആയാൽ മാത്രമേ ആ ഒരു പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് തന്നെ മുന്നോട്ട് പോയാലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അങ്ങനെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇനിയുള്ള ജനറേഷൻസിനെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അവർക്കും ആ ഒരു നോളേജും ഉണ്ടാവണം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന്. അത് നമ്മൾ തന്നെയാണ് അവർക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ച് പോയാൽ മാത്രമേ അവരും ഫുഡ് എടുക്കുന്നതായിരുന്നാലും ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശ്രദ്ധിക്കുള്ളൂ. ഇനി ഫൈനലി ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ബേസിക്കലി 2 കാര്യങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. 2, മെഡിക്കേഷൻ എടുക്കുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങളാണ് ഇതിന് നമുക്കുള്ള ഒരേ പോംവഴി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ്. പക്ക ഡയറ്റ് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നല്ല ആക്റ്റീവ് ആവുക. ഫിസിക്കലി ആക്റ്റീവ് ആവുക മീൻസ് എക്സസൈസായിട്ട് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയായിരുന്നാലും ശരീരം നന്നായിട്ട് ഫിസിക്കലി ആക്റ്റീവായിട്ട് സ്വെറ്റ് ചെയ്യണം. അത്രയും വെറുതെ നമ്മൾ നടന്നു അല്ലെങ്കിൽ ഓടി അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നന്നായിട്ട് സ്വെറ്റ് ചെയ്യണം. സ്വെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ എക്സസൈസുകളായിരുന്നാലും നടക്കുന്നതായിരുന്നാലും വാട്ട് എവർ ബി അത് ചെയ്തിരിക്കണം.
മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മിക്കവാറും കൊളസ്ട്രോളുള്ള കേസുകളിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടായിട്ടുണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. സോ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. വെയിറ്റ് കുറയ്ക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആരുടെയും സഹായമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് കുട്ടികൾക്കായിരുന്നാലും ശരി, വലിയ ആൾക്കാരായിരുന്നാലും ഇനി പ്രായമുള്ളവരായിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും നമ്മളിപ്പോഴേ കെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളൊരു പ്രായത്തുമ്പോൾ നമുക്ക് ഒരു വിധമെങ്കിലും നമ്മുടെ ബോഡി നമ്മളെ കൺട്രോളിൽ നിർത്താൻ നമുക്ക് ഒരു പരിധി വരെ ചെയ്യാൻ പറ്റും. ഇനി ഇൻറ്റേർണൽ മെഡിസിൻസ് എടുക്കുക. ഒരു 200 എബോ അല്ലെങ്കിൽ ഒരു 240 എബോ ആണെങ്കിൽ കമ്പൽസറി ഇൻറ്റേർണൽ മെഡിസിൻസ് എടുത്ത് തന്നെ മുന്നോട്ട് പോവുക. അതിനപ്പുറം ഒരു പരീക്ഷണത്തിന് നിൽക്കാതിരിക്കാൻ തന്നെ ശ്രമിക്കുക. അതുകൊണ്ട് എല്ലാ ആൾക്കാരും എപ്പോഴും, ആണായാലും ശരി പെണ്ണായാലും ശരി, കൊച്ചു കുട്ടികളായിരുന്നാലും അഡൽട്ട്സ് ആയിരുന്നാലും ഇനി നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നാലും എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എടുക്കുക, ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കുക. ഇൻ കേസ് ഇഫ് നീഡഡ് ഇൻറ്റേർണൽ മെഡിസിൻസ് എടുക്കുക. അത് ഏത് മെഡിസിൻസ് ആയിരുന്നാലും കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തന്നെ മെഡിസിൻസ് എടുക്കാം. മെഡിസിൻസ് എടുത്തുകൊണ്ട് മാത്രം കുറയണമെന്നില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം കുറയണമെന്നില്ല. മേ ബി ഇത് രണ്ടും ടുഗദർ ചെയ്യേണ്ട കേസുകളും ഉണ്ടാവാം. സോ ബി ഹെൽത്തി.